നമ്മുടെ കിങ്ങിണി ഫാമിൽ നിന്ന് ഞങ്ങൾ പുതിയൊരു ചെടി വെക്കുകയാണ്. ഇതും 10 മണി തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ 2 ചട്ടിയിൽ തൂക്കി വിട്ടിരുന്നു. അതും 10 മണി തന്നെയാണ്, 10 മണിക്ക് പൂക്കുന്നത് തന്നെയാണ്. പക്ഷെ വേറെ കളറാണ്. ഞങ്ങളുടെ 10 മണി ചെടി 8 മണി ഇങ്ങനെയൊക്കെ, 4 മണിപ്പൂവ്, 10 മണിപ്പൂവ്, 8 മണിപ്പൂവ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറ് ഇവിടെ. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതി, ഓരോ ചെടിക്ക് ഓരോ പേരാണെന്ന് ആണ് എൻ്റെ അറിവ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നറിയില്ല. ഞങ്ങൾ ഈ പേരൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ പറയാറ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറേ കളറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറെ വെറൈറ്റി കളറുണ്ടെങ്കിൽ കിങ്ങിണി ഫാമിലേക്ക് തന്നോളൂ, ഞങ്ങളിവിടെ തൂക്കി വിട്ടോളാം കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പോൾ ഇതാ 3 ചെടിച്ചട്ടി ആയതേ ഉള്ളൂ. അപ്പുറത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, തൂക്കി വിട്ടോളാം കേട്ടോ. അപ്പോൾ ഇതാ തൂക്കി വിടുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, രാവിലെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഒരു വൈകുന്നേരം ഒരു 4 മണി വരെയൊക്കെ ഈ പൂ കാണും. രാവിലെ ഒരു 10 മണിക്ക് പൂത്താൽ ഒരു 3-4 മണി വരെ ഇവിടെ കാണും. നമ്മളിപ്പം ഒരു വൈകുന്നേരം ഒരു 6 മണിയായി കേട്ടോ. അപ്പോഴാണ് ഞങ്ങളിവിടെ ഇപ്പം ഈ പൂ കെട്ടിത്തൂക്കാൻ വന്നത്. അതുകൊണ്ടാണ് മറ്റേ അതിൽ പൂവില്ല, പൂവെല്ലാം അണഞ്ഞു പോയി. അപ്പോൾ ഇനി നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും പൂവിട്ട് വരും കേട്ടോ. പാതി വിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ, എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞങ്ങി ഞരങ്ങി എൻ്റെ ഓരോ ദളവും പൊലിഞ്ഞു പോയി. കരും തേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമൊട്ടുകൾ. പാതി വിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ, എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞങ്ങി ഞരങ്ങി എൻ്റെ ഓരോ ദളവും പൊലിഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ 3 ചട്ടി ഇവിടെ കെട്ടിത്തൂക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൂർണ്ണമായിട്ട്, പകുതി വിരിയാനായിട്ടല്ല, പൂർണ്ണമായിട്ട് വിരിയട്ടെ, വിരിഞ്ഞ് ശോഭിക്കട്ടെ. കിങ്ങിണി ഫാം മുഴുവനും സുഗന്ധമുള്ളതായിരിക്കട്ടെ. നല്ല പൂക്കൾ വിരിഞ്ഞ് നല്ല പ്രഭാതത്തിൽ പൂക്കളെ കണി കണ്ട് ഉണർന്നാൽ അന്ന് ഐശ്വര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നല്ല പൂക്കൾ നിറഞ്ഞ് നന്നായിട്ട് വരട്ടെ.